ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പെറ്റ് ഷോ ആണ് കാണാനാണ് പോകുന്നത്. അപ്പോൾ മുല്ലയ്ക്ക് ചെറുപ്പനോട് അനുബന്ധിച്ചായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു തത്തയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അത് എന്തോ സംഭവം എന്നൊക്കെ നോക്കാനാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം നമ്മൾ പോയി പാസ് എടുക്കണം. പാസ് എടുത്തു. ഗൂഗിൾ പേ ആയിരുന്നു. 30 രൂപ ഉള്ള ഒരു പാസിന്. അപ്പോൾ നമ്മൾ 3 എടുത്ത് അച്ചുകൂട്ടൻ തന്നെ കയ്യെ പിടിച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മൾ നേരെ അകത്തോട്ട് ചെല്ലുമ്പോൾ ആദ്യം ചെല്ലുന്ന വാതിൽക്ക് തന്നെ ഇങ്ങനെയാണ് ആദ്യം ഇങ്ങനെ കാണുന്നത്. ഒരു ചെറിയൊരു അക്വേറിയം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പറയുന്നത് വാളയാണോ മൂശയാണോ എന്തോ ഒരു മീനൊക്കെ പേരൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് ഇതുപോലെ ഒരാൾ ഇങ്ങനെ കൂട്ടിനകത്ത് വള്ളി പിടിച്ചിരിക്കുന്നുണ്ട്. ഒരു തത്തയാണ്. ഇതിൻ്റെ ഒന്നും പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളതൊന്നും പിന്നെ ശ്രദ്ധിച്ചില്ല. ചിലതിൻ്റെ മാത്രമേ കണ്ടുള്ളൂ. എല്ലാത്തിൻ്റെയും അങ്ങനെ അവർ എഴുതി വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഓരോന്നും പതുക്കെ ഇങ്ങനെ നോക്കുകയും വീഡിയോ പിടിക്കുകയൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്തോ പിണങ്ങിയിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്. രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് മാറി ഇദ്ദേഹം എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നമ്മൾ സൗണ്ട് എടുത്ത് കാണിച്ചിട്ടൊന്നും അവർ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അവരവരുടേതായിട്ടുള്ള ലോകത്ത് ഇരിക്കുവാണ്. ഇവിടെ രണ്ടുപേരും ഇങ്ങനെ നിന്ന് പിണങ്ങിയിരിക്കുവാണോ എന്തോന്ന് അറിയത്തില്ല. നല്ല കൂടൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ടാണോ തടി കൊണ്ടൊക്കെയാണ് നമുക്ക് തോന്നിയത്. പിന്നെ വേറെ എന്തെങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്ത് നമുക്ക് അറിയത്തില്ല. പിന്നെ ഓരോ കൂടിൻ്റെ പുറത്ത് ഓരോ നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഈ ഗ്രില്ലിനകത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർക്കാകുമ്പോൾ കുഴപ്പമില്ല, നല്ലൊരു കൗതുകം കണക്കൊക്കെ തോന്നുന്നുണ്ട്. എപ്പോഴും കാണുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്ക് പക്ഷേ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും കിളികളെയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ പല സെക്ഷനിലുള്ള പല വെറൈറ്റി തത്തകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. മിക്ക കിളികളും കഴിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവർ ഉറങ്ങുന്ന ആ ഒരു ഇതിലാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ലവ് ബേർഡ്സ് ഒക്കെയാണ് തോന്നുന്നത്. ഇതിൻ്റെ ഒന്നും പേരും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എല്ലാവരും ഇതേ കൂട്ടിലിങ്ങനെ നല്ല അടുക്കും ചിട്ടയോടെയൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. യാതൊരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിലാണ്. ഇതും വേറൊരു തരം ലവ് ബേർഡ്സ് ആണെന്ന് തോന്നുന്നു. ഇത് പ്രാവിൻ്റെ സെക്ഷനായിരുന്നു ആ കണ്ടത് നമ്മൾ. ഇത് എലിക്കുഞ്ഞുങ്ങളാണ്, പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള. ഇതാണെങ്കിൽ കോഴി ഇനമാണ്. കോഴി പലതരത്തിലും ഉണ്ട്. നമ്മൾ സാധാരണ ഇവിടെ പിന്നെ പൂവൻകോഴിയും പിടക്കോഴിയുടെയും സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു രൂപത്തിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് പലതരത്തിലുള്ള കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിഞ്ഞത്. ഇതിനൊക്കെ വാലൊക്കെ കണ്ടിട്ട് പല വെറൈറ്റി ആയിട്ടുള്ള. ഇതിൻ്റെ പേരാണ് ഇഗ്വാന. ഇത് അനക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മളെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കും. എന്നാലും അടുത്തോട്ട് ചെല്ലുമ്പോഴൊക്കെ ഒരു പേടി നമുക്ക് തോന്നുന്നുണ്ട്. ഇഗ്വാന എന്നാണ് ഇതിൻ്റെ പേര്. ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ടാന്ന് തോന്നുന്നു ഇതുങ്ങളും മൗനമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇദ്ദേഹം നല്ല ഉറക്കമാണ്. ഫെറിറ്റ് ചിലതിൻ്റെയൊക്കെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഈ കൂടിൻ്റെ പുറത്തോട്ടായിട്ടാണ് പേരെഴുതിയിരിക്കുന്നത്. ഇതാണ് പറക്കുന്ന അണ്ണാനെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ കൂട്ടിൻ്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാനോ ഒന്നും പറ്റിയില്ല. ഇത് വേറൊരു തരത്തിലുള്ളൊരു മങ്കിയാണ്. ഇദ്ദേഹം ഇതുപോലെ തന്നെ ആ തടിക്കകത്ത് ഇങ്ങനെ കയറിയിരിക്കുവാണ്. അനക്കമൊന്നുമില്ല, ചാട്ടമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് തല വെളിയിലോട്ട് ഇട്ട് നോക്കും. അല്ലാതെ ഒന്ന് ചാടുകയോ അങ്ങനെ ഓടുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതിങ്ങനെ മാറി ഇത്രയേ ഉള്ള ആളുടെ ഒരു അനക്കം. ഇതും കോഴിയുടെ തന്നെ വേറൊരു സെക്ഷനാണ്. ഇത് നമ്മൾ ആദ്യം കണ്ട പോലെയാണ്. ഇഗ്വാന എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പേര്.
ഇദ്ദേഹം എന്തോ കാര്യമായിട്ട് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തോ സംഭവം എന്നൊന്നും അറിയത്തില്ല. കയ്യിലൊരു എനിക്ക് തോന്നുന്നു ഈ പോക്കോണിൻ്റെ കണക്കൊരു ഇതാന്ന് തോന്നുന്നു. എന്തോ സംഭവം എന്നറിയത്തില്ല. ഇത് ഒരു വെള്ളത്തത്തയാണ്. ഇതൊക്കെ നല്ല വിലയുള്ള തത്ത, വില കൂടിയതൊക്കെയാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. നല്ല കൂടിയ ഇനങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വന്ന് കയറിയപ്പോൾ ഒരാളുടെ കയ്യിലൊരു തത്ത ഇരുന്നില്ല. അതിൻ്റെ വില ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞ് 20,000 രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ്. പക്ഷെ ഇത്രയൊക്കെ വില ഉണ്ടോ എന്നൊക്കെ തന്നെ നമുക്കൊരു ഇത് തോന്നും. പക്ഷേ ഇപ്പോഴത്തെ കിളികളും കാര്യങ്ങളും ഒക്കെ നമ്മളറിയാം, അത്രയും നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്നവരെല്ലാവരും ഓരോ വീഡിയോയും കാര്യങ്ങളും എല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുങ്ങളുടെ ഈ ഇരിപ്പും മട്ടുമൊക്കെ കണ്ടിട്ടായിരിക്കാം. നല്ല വൃത്തിയോടെയാണ് ഇവർക്ക് കയറി ഇരിക്കേണ്ട ആ കൂട് തന്നെ ഒരുക്കിയിരിക്കുന്നത്. ആ റൗണ്ടിൽ നല്ല അടിപൊളിയാക്കി. എനിക്ക് തോന്നുന്നു ഇത് തെങ്ങിൻ്റെ ആണ്ട ഒരു ഇതാണെന്ന് തോന്നുന്നത്. അതിൻ്റെ ചോറൊക്കെ കളഞ്ഞിട്ട് അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണെന്നാണ് തോന്നുന്നത്. ഇദ്ദേഹം പിന്നെ ഉറക്കമാണ്. ഇയാൾക്ക് വെട്ടം കാണുന്ന വലിയ ഇതില്ലാത്തൊരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ ഇരിപ്പ്. മുഖമൊക്കെ പൊത്തിയിട്ടൊക്കെയാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ ഇനി ഒറ്റയായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയത്തില്ല. ഇത് ഇഗ്വാനയുടെ തന്നെ വേറൊരു സൈസാണ് ഇത് പക്ഷെ ചെറുതായിട്ടൊന്ന് അനങ്ങിയായിരുന്നു. കണ്ട, നമുക്ക് ഇതൊന്നും കൂടെ നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. കുറച്ച് അപ്പുറത്ത് ഷോയും കാര്യം വേറെയും ഒക്കെ ഉണ്ട്, മത്സരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മൾ നോക്കിയില്ല. പിന്നെ നമ്മളിങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ ഇതുപോലെ ഒരാളുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അതും കുറച്ച് നേരം കണ്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്